ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു പൂച്ചക്കുട്ടീസ്. അപ്പോൾ നമ്മളിന്ന് കളിക്കാൻ പോണ ഗെയിമിൻ്റെ പേരാണ് ഈ ഫുട്ബോൾ ടീം. നല്ല ഗ്രാഫിക്സ് ഒക്കെ ഉള്ള ഒരു ഫുട്ബോൾ ഗെയിം ആയിട്ടുള്ള ഒരു ഗെയിമാണിത്. എനിക്ക് ഇതിലും ഇഷ്ടപ്പെട്ട പ്ലെയർ എന്ന് പറഞ്ഞാൽ മെസ്സിയാണ്. അപ്പോൾ ഞാനും മെസ്സിയെ എടുത്തിട്ടാണ് കളിക്കുന്നത് ഇന്ന്. എൻ്റെ സെക്കൻഡ് ഗെയിമിംഗ് വീഡിയോയും കൂടിയാണ്. എനിക്കിഷ്ടമുള്ളൊരു കളിയാണ് ഫുട്ബോൾ. ആൻഡ് ലെറ്റ്സ് ഗോ. പിന്നെ നമുക്ക് വരുന്ന ഓരോ ദിവസം ലോഗിൻ ചെയ്യുന്നതിൻ്റെ കുറേ സാധനങ്ങൾ കിട്ടുകയാണ്. ഇനി നമുക്ക് മാച്ച് പോവാം. മാച്ച് 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 ആൻഡ് ഞാൻ ഈ ഫുട്ബോൾ ലീഗ് വെച്ച് എന്ന് പറഞ്ഞ മോഡാണ് ഞാൻ ഇപ്പോൾ കളിക്കുന്നത്. PvP കാറ്റഗറിയാണ് ഞാൻ ഇപ്പോൾ കളിക്കുന്നത്, AI അല്ല. എന്നിട്ട് എനിക്ക് വെറുതെ സ്കിപ്പ് അടിക്കാവുന്നേ ഉള്ളൂ. ഇതൊക്കെ വലിയ കാര്യമൊന്നും ചെയ്യാനില്ല, സ്കിപ്പ് അടിക്കാവുന്നേ ഉള്ളൂ. പക്ഷെ ഞാൻ സ്കിപ്പ് അടിക്കുന്നില്ല. ഗെയിമിലേക്ക് പോകാം. മാച്ച് മേക്കിംഗ് ഇൻ പ്രോഗ്രസ്. അപ്പോൾ ഞാനാണ് ഗോഡ് ഓഫ് ഫുട്ബോൾ. നല്ല പേരാണ് ഗൈസ്. ഷർട്ട് ജനറൽ സെറ്റിങ്സ് ഒക്കെ മാറ്റാണ് ഞാനൊന്നും മിണ്ടാക്കണ്ട. സീസണ്, സ്റ്റേഡിയം, ഫുട്ബോളൊക്കെ ഞാൻ മാറ്റാൻ പറ്റുള്ളൂ, വേറെ ഒന്നും മാറ്റാൻ പറ്റില്ല. അത് PvP കാറ്റഗറിയും കൂടി ആയതുകൊണ്ട് പറ്റൂല. അപ്പോൾ ഞാൻ വിൻ്ററൊക്കെ ആക്കി, സീനാക്കി. ലെറ്റ്സ് സ്റ്റാർട്ട് ദ ഗെയിം. മെസ്സിനെ മുമ്പിലാക്കണം എന്നാണ് എനിക്ക് ഡൗട്ട്. എന്തെങ്കിലുമൊക്കെ ചെയ്യാം. മെസ്സിനെ മുമ്പിലേക്കാക്കാം, അത് നല്ലത്. ഗൈസ്, അപ്പോൾ നമ്മൾ ഗെയിം നോക്കാണ്. ജസ്റ്റ് വീഡിയോസൊക്കെ കാണിക്കുകയാണ്. പിന്നെ ലൈവ് പൂളാറും പിന്നെ ഞാനുമാണ് മറ്റേ കോമ്പറ്റീഷൻ പോലെ ആയിട്ടുള്ളത്. കണ്ട ഗൈസ്, ജോർജറും. അപ്പോൾ ഞാനും ഗൈസ്, നിങ്ങൾക്കറിയാമല്ലോ ഞാനൊരു പ്രോയാ ഈ കളി. ഞാൻ അധികം ത്രൂ ആണ് ഗൈസ് ഇടുന്നത്. കണ്ടാൽ മനസ്സിലാവുമായിരിക്കും. ത്രൂ ഇട്ട് കളിക്കലാണ്. പാസ് ചെയ്ത് നല്ലോണം കളിക്കാൻ നോക്കുന്നുണ്ട്. ഇവർ നല്ല സ്ട്രാറ്റജി ആയിട്ടാണ് കളിക്കുന്നത്. ഞാൻ അതൊക്കെ എൻ്റെ കൂടെയാണ് കളിക്കുന്നത് ഗൈസ്. കണ്ടേ, മറ്റോ പോയി. ഞാൻ മെഷീൻ ആക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് ഗൈസ്. ഗെയിം ഒരു സെക്കൻഡത്തേക്ക് അവർക്ക് ഒരു ആഡ് വരും, അതുകൊണ്ട് സീനില്ല. ഞാൻ മെഷീനെ മുമ്പിലേക്ക് ആക്കി അതായത് ഞാൻ ആരെങ്കിലും ഒരാൾ ഗോൾ അടിച്ചിട്ട് മാറ്റുമ്പോൾ മാത്രമേ അത് മാറുള്ളൂ. അതുവരെ അങ്ങനെ തന്നെ ആയിരിക്കും. ഞാൻ മെസ്സിക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, ഗോൾ. യെസ് സ്കിപ്പ് അടിച്ചിട്ടുണ്ട് ഞാൻ. മെസ്സിൻ്റെ മെസ്സി ഗോൾ അടിച്ചിട്ടുണ്ട്. ഏതാ അപ്പുറത്തെ ടീമൊക്കെ മാനത്ത് നോക്കി. അപ്പം ഇപ്രാവശ്യം മെസ്സി മുമ്പിലായിട്ടുണ്ട്. സൈഡിലെ മുമ്പിലായിട്ടാണ് ഇപ്പോൾ മെസ്സി ഉള്ളത്. നോക്കുമ്പോൾ കണ്ടാൽ മെസ്സിയാണ് മുമ്പിൽ. ഇവർ റഷ് അടിച്ചാണ് വരുന്നത് കേസ്. നമുക്ക് സീനെന്നുള്ള കാര്യമില്ല, എത്ര അവർക്ക് കിട്ടിയാലും നമ്മൾ വീണ്ടും എടുക്കും. മെസ്സി കൊടുത്ത് പിന്നോട്ട് പോകും. അതാകുമ്പോൾ അവർ പെട്ടെന്ന് മുമ്പിലേക്ക് തന്നെ ചാടിയിട്ട് അത് എടുക്കാൻ പറ്റില്ല. സ്ട്രാറ്റജി ബ്രോ, ടൈം എടുത്ത് കളിച്ചാൽ മതി. ഓക്കെ, സൈഡിലേക്ക് തന്നെ ഗോൾ. പിന്നെ ഏതാ നമ്മൾ സ്കിപ്പ് അടിച്ച് കൊടുത്താണ് ഗൈസ്. എനിക്ക് ടൈമൊന്നുമില്ല. ഡൂം സെക്കൻഡ് ഗോൾ ടു ഗോഡ് ഓഫ് ടീം. ഞാനാണ് ഗോഡ് ഓഫ് ഫുട്ബോൾ, ടീമല്ല, ഗോഡ് ഓഫ് ഫുട്ബോൾ. അവന്മാർ സ്ട്രാറ്റജി എടുത്ത് കളിക്കാൻ തുടങ്ങി.
ഞാനൊരു ഗണകാച്ചി മറ്റേ അപ്പർ പാസ് അടിക്കാൻ നോക്കിയതാണ്, പറ്റിയില്ല. അങ്ങനെ സീനൊന്നുമില്ല ഗൈസ്. വീണ്ടും പോയി എടുക്കുക. അയ്യോ ഒരഞ്ഞ് പോയി, പക്ഷെ വർക്കായില്ല. ഇപ്രാവശ്യം വർക്കായി. ലയണൽ മെസ്സിക്ക് വീണ്ടും ഇട്ട് വേറെ ഇടത്തിന് ഇട്ടെടുത്ത്. അപ്പോൾ ലയണൽ മെസ്സി മുമ്പിലേക്ക് പോയി. അപ്പോൾ ഞാൻ വേറെ ഇടത്തിന് ഇട്ടെടുത്ത് ഇനി ലയണൽ മെസ്സിക്ക് ഇട്ടെടുക്കുക. മോനെ ആടാടിക്ക്. യെസ് യെസ്, കോംബോ വോംബോ. അപ്പോൾ നമ്മളൊരു ഗണകാച്ചിയിൽ ഗോൾ അടിച്ചിട്ടുണ്ട്. 18ൻ്റെ ഗോളാണത്. സീനല്ലേ ഗൈസ്. ഗോൾ ഓഫ് ടീം 3 ആണ്. അപ്പോൾ ഗൈസ് അഗൈൻ നമ്മൾ പോവാണ്. ഇതിൽ നമ്മൾ ലൈറ്റ് ലെഫ്റ്റ് ഒരു ബ്ലൂവും ഒരു റെഡും ആരോ കാണുന്നില്ലേ. റെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൈസ് എന്താ പറയുക, മറ്റേ 2 ആരോ എന്ന് പറഞ്ഞാൽ റെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റാക്കും, ബ്ലൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫെൻസുമാണ്. അവന്മാരെൻ്റെ നിന്ന് ബോൾ തട്ടെടുത്ത് ഗൈസ്. ഷിനോ സീൻ ഇടയിൽ തന്നെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ ഗൈസ്. നമ്മൾ നേരെ പോയിട്ട് അവന്മാരുടെ നിന്ന് ബോൾ തട്ടാൻ വിചാരിച്ചതാണ്. ബോൾ കിട്ടി, പക്ഷേ അപ്പോൾ തന്നെ അവർ മേടിക്കുകയും ചെയ്തു. അപ്പോൾ തന്നെ റെഫറി നമ്മുടെ നമ്പർ 10 ലയണൽ മെസ്സിക്ക് ഒരു ഇത് കിട്ടിയെടുത്തിട്ടുണ്ട്, യെല്ലോ കാർഡ്. അപ്പോൾ ഞാൻ മാക്സിമം ലയണൽ മെസ്സി വെച്ച് കളിക്കാൻ നോക്കുക, ടാക്കിൾ ചെയ്യാൻ നോക്കുക. ടാക്കിൾ ബാക്കിയുള്ള കുറച്ച് ടാക്കിൾ ഫുൾ അനദർ മാച്ച് ബാൻ കിട്ടിയാലും സീനൊന്നുമില്ല എനിക്ക്. ഹാഫ് ടൈം ആയിട്ടുണ്ട് ഗൈസ്. വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്കത് കാണാവുന്നതാണ്. അതിൻ്റെ നമ്മൾ നെക്സ്റ്റ് കൊടുത്തിട്ട് നമ്മൾ സെക്കൻഡ് ഹാഫ്, അതായത് ഫുള്ളിലേക്ക് കിടക്കാൻ പോവുകയാണ് ഗൈസ്. അപ്പോൾ അവർക്കാണ് ഫസ്റ്റ് കിട്ടിയത്. സൈഡ് പറയും അവർ അറ്റാക്കിലേക്ക് ഇട്ടിരിക്കുന്ന ഗൈസ്. അവരുടെ സൈഡിൽ റെഡ് കാണാൻ പറ്റും, ഒരു റെഡ് ഗൈസ്. ആൻഡ് നമ്മളതിലിപ്പോൾ ഇത് കിട്ടിയിട്ടുണ്ട്. ഞാനതായാലും അറ്റാക്കിൽ പോകണം. ഞാൻ അറ്റാക്ക് ഡബിൾ ചെയ്താണെങ്കിൽ അവർ കുടുങ്ങും ഗൈസ്. എനിക്ക് പറഞ്ഞാൽ ഡിഫൻഡിലാണ് പ്രോബ്ലം, അറ്റാക്കിലൊന്നും ഒരു സീനും ഇല്ല. മിസ്സായി. ഹറി ചെയ്ത് കളിക്കാതിരുന്നാൽ മതി ഗൈസ്. ഓടിപ്പോ. അയ്യോ കണ്ടത്തിലേക്ക് പോയി ഗൈസ്. ടാക്കിള് കണ്ടത്തിലേക്കായി ടാക്കിളായി. നമ്മളിതാ ഒന്ന് ഡിഫൻഡ് ഒന്ന് ഇട്ടിട്ടുണ്ട് ഗൈസ്, നിങ്ങൾക്ക് കാണാവുന്നതാണ്. അവൻ ചാടി ഏതാ ഗൈസ് കിട്ടിയിട്ടുണ്ട്. ബോളൊക്കെ നമ്മുടെ കയ്യിൽ സേഫാണ്, നോ പ്രോബ്ലം. അമ്മീ ബോൾ വീണ്ടും കൊണ്ടുപോയി. ഇതെന്ത് നമ്മുടെ ടീമിനെ നമുക്ക് ലാഭമായിട്ട് ഇട്ടായിരുന്നു. നമ്മൾ ലയണൽ മെസ്സിക്ക് ഇട്ടെടുത്തിട്ടുണ്ട്. എഗൈൻ ലയണൽ മെസ്സിക്ക് ഇട്ടെടുത്ത് മറ്റോനിട്ടെടുത്ത് ലയണൽ മെസ്സിക്ക് ഇട്ടെടുത്ത് അടി. നോ ലയണൽ മെസ്സിക്ക് മോനെ. അത് അവിടെയുള്ള ഏതോ ഒരു പാവം ചെക്കൻ്റെ തലയിലേക്ക് കൊണ്ടുപോയി ഗൈസ്. അഗൈൻ അവർക്കൊരു ത്രോ കിട്ടി. ത്രോ എല്ലാം സംഭവം അവരുടെ കയ്യിൽ ബോളായി. പക്ഷെ ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വിച്ച് ചെയ്ത പെട്ടെന്ന് സ്വിച്ച് ചെയ്യും കാര്യങ്ങളൊക്കെ ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ടുള്ള സംഭവമാണ്. ഈ അറ്റാക്ക് ഡിഫെൻഡ് എന്ന് പറഞ്ഞ സംഭവം നമ്മൾ കോച്ചായ നമ്മളും ഇവരോട് പറയുകയാണ്. എനിക്ക് നമ്മൾ പ്ലേ ചെയ്യാൻ നോക്കണ്ട, നമ്മളൊരു കോച്ച് മാതിരിയാണ് ഇതിൻ്റെ അകത്ത്. ഡാറ്റയ്ക്ക് ഉപയോഗിച്ച് കളിക്കുകയാണ് നമ്മൾ. എനിക്കത് കിട്ടണം. ഓ നോ കിട്ടില്ല. ഗൈസ് നോ കിട്ടി, ബോൾ കിട്ടി. അട്ടി മോനെ. മെസ്സി കിട്ടെടുത്തു. മെസ്സി അങ്ങനെ മെസ്സി
ഗായ്സ് മറ്റേ ഇതായി പോയി ഗായ്സ്, ലൈൻ ക്രോസിങ് സംഭവം ഇല്ലാതായി. നോ റൈസ്, അവരിപ്പോഴും 0 നമ്മളിപ്പോഴും 3 ജയിക്കുക നമ്മൾ തന്നെയാണ് ഗായ്സ് ജയിക്കുക. ഒരു സീനും ഇല്ല അതിന്, ഒന്നും പറയാനില്ല. ഇതേപോലത്തെ ഗെയിമിംഗ് കണ്ടന്റ് എന്ത് കണ്ടന്റ് ആയാലും മെസ്സേജ് അയയ്ക്കുക. മെസ്സേജ് എന്ന് പറഞ്ഞാൽ കമൻറ്റ് ബോക്സിൽ അയയ്ക്കുക തന്നെ. നമ്മൾ 4th ഗോളായതുകൊണ്ട് നമ്മളൊരു സെലിബ്രേഷൻ കൊടുക്കാമെന്ന് വിചാരിച്ച് എടുത്ത് എറിഞ്ഞിട്ടുണ്ട് നമ്മൾ 18-ന്. 2-18 ഗോളിൻ്റെയാണ് പറയുന്നത്. 2-18 ഗോൾ അടിച്ച്, പിന്നെ 2-10 ഗോൾ അടിച്ച്. അതായത് മെസ്സി 2 ഗോളും പിന്നെ 18-ാം നമ്പർ 2 ഗോളും അടിച്ച്. ഗായ്സ് നമ്മൾ പിന്നെ ഉണ്ട് ഫുൾ ടൈം. ഓക്കെ, നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മളത്രേ ഉള്ളൂ ഗായ്സ്, നമ്മൾ ഇന്ത്യൻ പ്ലെയറാ. ഏതാ ഹൈപ്പല്ലേ. അപ്പോൾ ഗെയിമിൻ്റെ പേരിപ്പോഴും മറക്കണ്ട, ഈ ഫുട്ബോൾ ടീം എന്നാണ്. 2.30 GB ഡാറ്റയാണ് ഇത് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ വരുന്നത്. അപ്പോൾ 2-3 അൺറീഡ് അഡ്വൈസ് ഉണ്ട്, അത് നിങ്ങൾക്കും കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നത്. അപ്പോൾ എല്ലാവരും പ്ലെയർ ഈസ് അങ്ങനെ കുറേ ഉണ്ട്. അപ്പോൾ നമുക്കിത് എന്തെങ്കിലും ഒന്ന് നോക്കാം. ട്രൈ ടു ഷൂട്ട് വിത്ത് ഡൊമിനേറ്റ് ലൈക്ക്, അതായത് നല്ല ശക്തിയുള്ള കാല് വെച്ചിട്ട് അടിക്കുക എന്നുള്ളതാണ്. നല്ല ഗൈസ്, നമുക്ക് പോസ് ചെയ്ത് നിങ്ങൾക്ക് വായിക്കാനാണ് ഞാൻ ഇങ്ങനെ പോസ് ചെയ്ത് വെക്കുന്നത്. കുറേ നേരത്തേക്ക് വായിക്കാത്തവർക്ക് ഇത് ടൈം ഒക്കെ ഇരിക്കും. അപ്പോൾ ഇത്രയുള്ള ഗൈസ്, ബൈ.